അൻഷിതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ലെവലിലേക്ക് വന്നതിന് കാരണം ആപ്പ് ഉണ്ടാക്കുന്നത്, അതായത് ആപ്പുകളുടെ ആപ്പ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരാൻ കാരണം തീർച്ചയായിട്ടും ആ ഒരു ബഗ് വന്നതും ആ ഒരു ബഗ് ക്ലിയർ ചെയ്യാതെ അത്രയും ലോസ് വന്നത് കൊണ്ടാണ് ആക്ച്വലി അൻഷിത് ഇങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആപ്പുകളുടെ ആപ്പ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലേക്ക് വന്നത്. അപ്പം നിങ്ങളുടെ ഒരു ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനി ക്ലയൻസിന് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും സർവീസ് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ബഗ് വരുമ്പോൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലയൻസിന് ഒരു സർവീസ് കൊടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്തെങ്കിലും ബഗ്ഗോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സോൾവ് ചെയ്തിട്ടേ ഞങ്ങൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാറുള്ളൂ. അത് നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം നമ്മളതിലില്ല. എൻറ്റയർലി എല്ലാ ഡെവലപ്പേഴ്സും അത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തു പോകുന്നത്. നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സർവീസ് പീരീഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സർവീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഓൺ ആയിട്ടുള്ള കമ്പനിന്റെ ഭാഗത്തുള്ള ബഗ്ഗുകളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും എല്ലാം ക്ലിയർ ചെയ്യുക. അവർക്ക് നെക്സ്റ്റ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അഡീഷണലി കോസ്റ്റ് നമ്മൾ ഈടാക്കുള്ളൂ. അല്ലാത്ത എന്ത് കമ്പനിന്റെ ഭാഗത്തുനിന്നോ അല്ലാതെയോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇന്റേണലിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇത്ര ഇയേഴ്സ് അങ്ങനെയൊന്നുമില്ല, അത് 1 years ആണ് ഫ്രീ ആയിട്ടുള്ള AMC ചാർജസ് ഉണ്ടാവുന്നതാണ്. ഡിപ്പെൻഡ്സ് ഓഫ് ക്ലയന്റിന്റെയും പ്രൈസിങ്ങിന് അനുസരിച്ചാണ് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെവലപ്പ് ചെയ്യാനായിട്ടാലും അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും സർവീസ് ആയാലും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് അതിലേക്ക് എത്തുക എന്നുള്ളതല്ല, അത് കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻ്റനൻസ്, ആ മെയിൻ്റനൻസ് വരുമ്പോഴാണ് പല കമ്പനികളും അവർ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലേ. പക്ഷേ ടോട്ടൽ എക്സ് തീർച്ചയായിട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവർ നമുക്ക് സർവീസ് നന്നായിട്ട് തരുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ടോട്ടൽ എക്സിന്റെ ഓണറായിട്ടുള്ള അനുസരിച്ച് നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി, ഇന്നത്തെ കാലത്ത് യുവതികളും യുവാവും ഒക്കെ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരു ഡിഗ്രി സമയമൊക്കെ ആയി കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പോകുന്നത് ജോലിയിലേക്കാണ്. അങ്ങനെ ജോലിയിലേക്കൊന്നും പോകാതെ ഒരു സംരംഭത്തിലേക്ക് എത്തി ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന, ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച അൻഷിതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു അവസരം തന്നതിന് ഏറ്റവും നല്ല ഒരു നന്ദി പറയാണ്. താങ്ക് യു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അനിയനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആപ്പുകളുടെ ആപ്പായിട്ടുള്ള ടോട്ടൽ എക്സിന്റെ സംരംഭകനായ അൻഷിതാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത്. നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ ഇല്ലെങ്കിൽ 2 times റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം. അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളൊപ്പം ഉണ്ട്. ടീമിന്റെ ആ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നത്. അപ്പോൾ ഒരു ക്ലയന്റിനെ ബേസ് നോക്കുമ്പോൾ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. കാരണം ഇവിടിനെ കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. അത്രയും ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ബഗ് വന്നു, അതിൽ കുറെ ലോസ് വന്നു, അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അൻഷിത് അല്ലേ. അതിന്റെ കൂടെയാണ് അനിയനെയും കൂടി ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കഥയിലേക്കൊന്ന് വരാമോ? ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. അന്ന് ബോംബെയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. വണ്ടൂരാണ്, വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത്. ആളായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള രീതിയിലെത്തിയപ്പോൾ ഞാൻ അഞ്ജനായിട്ടൊക്കെ സംസാരിച്ചു, കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ്, കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തെടുത്തു. അപ്പോൾ ഓക്കെ, ഓൻ റെഡിയായി. അപ്പോൾ ഫിനാൻസ് സമ്മതിച്ചു അതിനും? ഓക്കെ, കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പിന്നെ അവനക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു, സ്കൂളിൽ വെക്കേഷൻ ടൈമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൽ എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് ലാപ്പ് എടുത്ത് കൊടുക്കേണ്ടിണ്ടായിരുന്നു. കാരണം അവനക്ക് ആദ്യം എന്താണെന്ന് സംഭവം ഇതിങ്ങനെ ഓണാക്കാൻ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ആൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു. അവനക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു. കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ്, ആ അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്തു. ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചതൊക്കെ അങ്ങനെ ഓൺലൈൻ തന്നെയാണോ പഠിച്ചത്? അല്ല, ഡയറക്റ്റ് ആയിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത്. കാരണം സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒപ്പം ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്തേക്കണം, അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് പഠിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഓൺലൈനിലും അല്ല പഠിച്ചിരിക്കുന്നത്. പിന്നെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന പ്രവണത. അതെ, അതിന്റെ ഏറ്റവും എക്സ്ട്രീം വരെ പോകും. അത് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. കാരണം ആ ഒരു ഏരിയ പിന്നെ ബോധേടാവേണ്ട ആവശ്യം
ആവശ്യമില്ല. അനിയനപ്പോ ഇത് ഏത് ഏജിലാണ് കൂടെ വന്നത്? 17 വയസ്സ് ആ ടൈമിലൊക്കെ ജോയിൻ. നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈഫ് മൊത്തം ബിസിനസ്സിലേക്കും അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു ആ ഒരു പ്രായത്തിലൊക്കെ. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് അപ്പൊ ബിൽഡപ്പ് ആയതും ഫാമിലിന്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അല്ല അവര് പറയാണ് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം, ഡിഗ്രി ചെയ്യണം എന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ട് ഈ പെണ്ണിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. നിർബന്ധം പറഞ്ഞത് തീർച്ചയായിട്ടും എന്നെ കൺവിൻസ് ചെയ്തെടുക്കാന്നുള്ളതാണ് അവർക്കും അതിനായിട്ടുള്ള ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്തു ഇതാണ് ഫ്യൂച്ചർ. അല്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ആ ഒരു കാലഘട്ടത്തിലെ പാരന്റ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ്സ് അല്ലേ. കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല. ആക്ച്വലി മക്കളെ എങ്ങനെയാണോ അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താണോ പാഷൻ, അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലുള്ളത് അല്ലേ. അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകർ നമുക്ക് കിട്ടുന്നത്. അൻഷിത്, അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി, തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് കൂടാതെ അൻഷിതിന് ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് ആരാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ലോസിലായിരിക്കുമ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അലീം എന്നാണ് ആളെ പേര്. ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വലം കൈയായിട്ട് ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു. അത്യാവശ്യം ഇപ്പോൾ ഒരു ടോട്ടലി നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 പേരാണ് ടോട്ടലി ടീമിലുള്ളത്. ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 21 വയസ്സിൽ തുടങ്ങിയ സംരംഭത്തിൽ അൻഷിത് ഓൾറെഡി 10 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് ടീം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ടീമാണ്. വിഷനായിട്ട് നമ്മളെല്ലാം എന്താണ് നമ്മുടെ ഡ്രീം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ കമ്പനി നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താ വെച്ചാൽ അഞ്ചിൻ്റെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി എന്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരാൾ വരുമ്പോഴും ആ ഒരു ഫോളോ അപ്പിലാണ് എല്ലാവരും എന്താണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും ഡിസൈൻ സൈഡ് ആണെങ്കിലും എല്ലാവരും എൻഹാൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേറൊരു ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ കമ്പനീസൊക്കെ 300 പേര് 400 പേരൊക്കെ ഉള്ള ഒരു ടീമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുക. ടീം ഇത്ര ഉള്ളൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജി കാലഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മളെ കമ്പനിയിലാണെങ്കിൽ ഒരു 5 ആൾ ചെയ്യേണ്ട വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഗ്രോ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സ്മാർട്ട് വർക്ക് ഈസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക്. യെസ്, അതാണ് ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരുപാട് ടീം ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, ആ ലെസ് ടീം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പെൻസ് വരും, അത് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. ഫാഷനായിട്ടായിട്ടുള്ള വർക്കേഴ്സ് നമ്മളിപ്പോൾ ഉണ്ട്, അതാണ് നമ്മളെ മാക്സിമം കോൺഫിഡൻസ്. അപ്പോൾ പിതാവിൻ്റെ ഫ്രൂട്ട്സ് ബിസിനസ്സിൽ നിന്നും പിന്നെ അതിലേക്ക് ക്ലോക്ക് ഹോൾസെയിൽ എടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നു. അതിനുശേഷം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. അതിൽ നിന്നും പിന്മാറി ആപ്പുകൾ നിർമ്മിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ആപ്പുകൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് നിൽക്കുന്ന അൻഷിത്, ഈ ടോട്ടൽ എക്സ് എന്താണ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് iOS, ആൻഡ്രോയിഡ് വെബ്സൈറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മേജറായിട്ട് കോൺസെപ്റ്റ് ചെയ്യുന്നത് ക്വാളിറ്റി പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും അത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഡെലിവറി ചെയ്ത് പ്രീമിയം ലെവൽ തീർച്ചയായിട്ടും. അല്ലാതെ ഒരു ഫ്രീലാൻസേഴ്സിൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ആൾക്കാർക്കല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഒരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ.